രണ്ട് വാർത്തകളാണ് ഇന്ന് ഏറെ ശ്രദ്ധേയമായി തോന്നിയത്. ഒന്ന്, ഒരു സ്ത്രീ കരയുന്നത്. രണ്ട്, 22 വയസ്സുള്ള രണ്ട് ഇന്ത്യൻ പിള്ളേർ ബില്യനേഴ്സായി മാറുന്നത്. ഒന്ന് ദുഃഖകരം, മറ്റൊന്ന് അതിസന്തോഷകരം. അപ്പോൾ ആ ദുഃഖകരമായ കാര്യത്തെപ്പറ്റി ആദ്യം പറയാം. ഏതോ ഒരു സ്റ്റോറിൽ നിന്ന്, അത് കൃത്യമായിട്ട് ഏത് സ്റ്റോറാണെന്നും ഏത് പട്ടണമാണെന്നും കാണിച്ചിട്ടില്ല, ആ സ്ത്രീയുടെ മുഖവും ശരിക്കും കാണുന്നില്ല. അവർ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി, കാശ് കൊടുക്കാതെ പോയി. അപ്പോൾ ഷോപ്പ് ലിഫ്റ്റിങ്ങിന് അവരെ പിടികൂടി. അപ്പോൾ പോലീസ് വന്നു. പോലീസിൻ്റെ അവിടെ അവർ കരയുകയാണ് ചെയ്യുന്നത്. അബദ്ധം പറ്റിപ്പോയി, ഞാൻ പേ ചെയ്തില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടെന്താ കാര്യം ഇരിക്കുന്നത്? ഇവിടുത്തെ പോലീസാണ്, നമ്മുടെ നാട്ടിലെ പോലീസ് പോലെ എല്ലാം മനസ്സൊന്നും അറിയുകയില്ല. നാട്ടിൽ സഹോദരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സഹോദരന് മെയ്ഡ് ഇൻ USA സാധനങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ്. അപ്പം അവരോട് തിരിഞ്ഞു നിൽക്കാൻ പറയുന്നു. കാരണം പുറകിലേക്ക് കൈ പിടിച്ച് കെട്ടുക, അതാണ് പിടിച്ച് വിലങ്ങ് വെക്കുക, അതാണല്ലോ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ പരിപാടിയില്ല. അതൊക്കെ വാസ്തവം പറഞ്ഞാൽ അതൊക്കെയാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ ആ കാര്യങ്ങളൊക്കെ എത്രയോ സിവിലൈസ്ഡ് ആയിട്ടാണ് ആളുകൾ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടിയും അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും അങ്ങനെ, അതാണ് അവരുടെ ഇവിടുത്തെ രീതി. അതാണ് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് കൈ പിടിച്ച് കെട്ടി വിലങ്ങ് വെക്കുക, ഇതാണ് പരിപാടി. അപ്പോൾ അതങ്ങനെ ഒടുവിൽ അവർ തിരിഞ്ഞു നിൽക്കുന്നു, കൈ പുറകോട്ട് കെട്ടുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷൻ ഹൗസിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം പ്രോസസ്സ് ചെയ്യും. ഇതെല്ലാം കമ്പ്യൂട്ടറിലൊക്കെ ആക്കിയിട്ട് ഏതാനും മണിക്കൂറിനകത്ത് നിങ്ങളെ വിടും. അപ്പോൾ അതിനിടയ്ക്ക് ഭർത്താവിനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം പോലീസ് സമ്മതിച്ചില്ല. അപ്പോൾ ഇത് വാസം പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ദീർഘമായ ചർച്ചകൾ ഇൻ്റർനെറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാസം പറഞ്ഞാൽ ഇന്നാളൊരു സ്ത്രീയെ ഇതുപോലെ പിടികൂടിയോ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതും ഏകദേശം ഇതുപോലെ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരു ടെൻഡൻസി ഈ മനുഷ്യർക്ക് തോന്നും. ഇത് ആരും കാണുന്നില്ലല്ലോ, നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഏതെങ്കിലും സാധനങ്ങൾ, വലിയ വിശാലമായ സ്റ്റോറ്. അപ്പോൾ അവിടെ നിന്നൊരു സാധനം എടുത്ത് നമ്മുടെ ബാഗിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾക്കിടയിലോ വെച്ചാൽ ആരും അറിയില്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ധാരണമേ പാടില്ല. കാരണം ഇതെല്ലാം മുകളിലിരുന്ന് ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം മുകളിലെല്ലാം ക്യാമറകളുണ്ട്. അത് സെക്യൂരിറ്റി ടീം എല്ലായിടത്തും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആളുകളെ കണ്ടാൽ അറിയാം ഏകദേശം ആരാണ് മോഷ്ടിക്കാൻ പോകുന്നത്, ആരാണ് ആ ഉദ്ദേശം. ഒരു പതുങ്ങിയുള്ള പോക്കും നടപ്പും, ആ പതുങ്ങിയുള്ള രീതിയിലുള്ള ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് അല്ലാത്തവരെ കാണുമ്പോഴും അവർക്ക് മനസ്സിലാകും. അതിപ്പം നമ്മൾ പോലീസുകാരെ പറ്റി പറയുന്ന പോലെയാണ്. നല്ല പോലീസുകാർക്ക് കടനെ കണ്ടാൽ അന്നേരം മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല ഡോക്ടർമാർക്ക് രോഗിയെ കണ്ടാൽ അന്നേരം മനസ്സിലാവും, അയാളുടെ രോഗം എന്താണെന്ന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഇന്നിപ്പം രോഗം മുഴുവൻ സകല ടെസ്റ്റും നടത്താതെ ഡോക്ടർമാർ രോഗിയെ ചികിത്സിക്കാറില്ല, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ. കാരണം പേടിയാണ്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പം നമ്മൾ ഈ ആരും കാണുന്നില്ല എന്നുള്ളൊരു ധാരണ ഒരിക്കലും പാടില്ല. എന്ന് മാത്രമല്ല, ആരും കാണുന്നതോ കാണാതിരിക്കുന്നതോ അല്ല, മറ്റൊരാളുടെ സാധനം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമുക്ക് ആ ഒരു ടെൻഡൻസി എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ നമുക്കങ്ങനെ ഒരു ടെൻഡൻസി തോന്നിയെന്നിരിക്കും. അത് മനുഷ്യ സഹജമായിട്ട് നമുക്ക് പറയാം. ചിലർക്ക് ക്ലെപ്റ്റോമാനിയയോ അങ്ങനെ മറ്റോ ബ്രിട്ടീഷ് രാജ്ഞിക്കോ ഒരു രാജാവിനോ രാജ്ഞിക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് പോയാൽ ഇങ്ങനെ രഹസ്യമായിട്ട് എല്ലാം മോഷിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം ഇങ്ങേർക്ക് ഈ അസുഖം ഉണ്ടെന്ന്. അതുകൊണ്ട് ആ കൊട്ടാരത്തിൽ നിന്നുള്ള ആട് ചെന്ന് ഉള്ള പൈസ ഇങ്ങനെ മോഷിച്ചതിനെല്ലാം പൈസ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില മാനിയ ഉള്ള ആളുകളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെറ്റിദ്ധാരണ, ആരും കാണില്ല, നമ്മളെ പിടിക്കില്ല എന്നുള്ള ആ ധാരണ, അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് മൊത്തമാണ് നാണക്കേടുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരാണ് ഇപ്പം അമേരിക്കയിലെ ഏറ്റവും വില്ലന്മാരായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമിഗ്രേഷൻ വകുപ്പ് ഒരു വീഡിയോ ഇറക്കി ഉണ്ടായത്. അതിൻ്റെ അകത്ത് അമേരിക്കയിലെ ഈ H1 വിസക്കാർ വന്ന് അമേരിക്കൻ ഡ്രീം, ഇവിടുത്തെ ആളുകളുടെ അമേരിക്കൻ ഡ്രീം ഇല്ലാതാക്കുകയാണ്. അതെല്ലാം മോഷിച്ചുകൊണ്ട് പോവുകയാണ്, അവരുടെ അവസരങ്ങളെല്ലാം മോഷിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആ രാജ്യങ്ങളുടെ ആ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓരോ രാജ്യക്കാർ വന്നിട്ട് എത്ര ശതമാനം ഇതാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ 72% ആ ഗ്രാഫിൻ്റെ സിംഹഭാഗവും ഇന്ത്യക്കാരാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാരെ പെട്ടെന്ന് ആദരണീയരായ ഇന്ത്യക്കാർ ഇപ്പോൾ ഒരു വില്ലന്മാരായി മാറുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇന്ത്യക്കാർക്കെതിരെയുള്ള നീക്കങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഔദ്യോഗിക തലത്തിലേ ഉള്ളെങ്കിൽ കൂടി ഇവിടെ ഈ വർഗീയവാദികളും വംശീയവാദികളും ധാരാളമുണ്ട്. അവന്മാർ നമുക്കെതിരെ തിരിയാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. കാരണം ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇവരെല്ലാം വില്ലന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും ഈ വംശീയവാദികളും
ഈ നിരാശ ബാധിച്ചവരും ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ട് ഉയരാൻ കഴിയാത്തവരും നമുക്കറിയാമല്ലോ. ഇവിടെ ആളുകൾ പണിയെടുക്കാതെയും നേരെ മറിച്ച് പണിയെടുക്കുന്ന നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നതൊക്കെ കാണുമ്പം അസൂയ വരുന്നതിൽ ഒട്ടും പറയാനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ഇടിച്ചു താഴ്ത്തുന്നതാണ്. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളിൽ പലതും പറയുന്നത് ഈ വിദേശത്ത് പോകാൻ കഴിയുന്നതും ഈ വിമാനം കയറി ഇവിടെ എത്താൻ കഴിയുന്നതുമൊക്കെ ഒരുവിധപ്പെട്ട നല്ല ചുറ്റുപാടുള്ള ആളുകളാണ്. അവർ ഇങ്ങനെയുള്ള മോഷണത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് അറിഞ്ഞാണേലും അറിയാതെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് എന്തിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ മൊത്തം സമൂഹത്തെ മോശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അവിടെയൊക്കെ എല്ലാം മിഠായിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണും. ചിലപ്പോൾ നമ്മളത് കണ്ടു എന്ന് വരിക പോലുമില്ല. എങ്കിൽ പോലും നമ്മളതിനെ പറ്റി ഒരു ബോധവാന്മാരായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ സാധനം എടുക്കാനായിട്ടുള്ള യാതൊരു അവകാശവും നമുക്കില്ല. നമ്മൾ ശ്രദ്ധാപൂർവം വേണം ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. അത് ഇതെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടുകയും നമുക്കെതിരെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദുഃഖകരമായ കാര്യം. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അതിൻ്റെ കൂടിയാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം വന്നിരിക്കുന്നത്. ഇപ്പം മെർക്കോർ എന്നോ മറ്റോ പറഞ്ഞൊരു പുതിയ കമ്പനി, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ്. അത് 3 ഹൈസ്കൂൾ സ്റ്റുഡൻസ് സുഹൃത്തുക്കളാണ് അവർ ചേർന്ന് സ്ഥാപിച്ചതാണ്. ഒന്നൊരു അമേരിക്കക്കാരനാണെന്ന് തോന്നുന്നു, ബ്രണ്ടൻ മൂഡി എന്നോ മറ്റോ പറഞ്ഞ്, പിന്നെ 2 ഇന്ത്യക്കാർ, സൂര്യ മിഥ, മറ്റേ ആളുടെ പേരെ അങ്ങ് മറന്നു, പിന്നെ ഹീരേമത്ത്. അങ്ങനെ 3 പേര് ചേർന്നുണ്ടാക്കി. അപ്പോൾ ആ ഹീരേമത്തും സൂര്യാമിതയും അവർ 2 പേരും ആദർശ് ഹീരേമിത്ത് എന്നാണ് ഉള്ള പേര്, ഹീരേമഠ്. അപ്പോൾ അവർ 3 പേരും 350 മില്യനോ മറ്റോ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. ഈ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, അതായത് അത് കിട്ടി. അപ്പോഴത്തേക്ക് ഇവരുടെ കമ്പനിയുടെ വാല്യൂ 10 ബില്യനായി മാറി. 10 ബില്യനായി മാറി എന്ന് പറയുമ്പോൾ 3 പേരും ബില്യനേഴ്സായി മാറി. 22 വയസ്സിൽ ബില്യനർ ആയി. ഇത്രയും ചെറുപ്പത്തിലെ ബില്യനേഴ്സായ ആളുകൾ ഇവരാണ്. സക്കർബർഗ് പോലും 23-ാമത്തെ വയസ്സിലാണ് ബില്യനറായത്. അപ്പം ആ റെക്കോർഡും തകർത്ത് കളഞ്ഞു. അപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ AI ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പണം വരുന്ന വഴികളാണ് ഇതൊക്കെ. നമുക്കറിയാം, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ അവരാണ് വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗൂഗിളും അതുപോലെയൊക്കെയുള്ള കമ്പനികളിൽ അവർ ആ കമ്പനി തുടങ്ങുമ്പം $1,00,000 കൊടുക്കും, അല്ലെങ്കിൽ $1 മില്യൺ കൊടുക്കും. പിന്നെ ഈ കമ്പനി വിജയിക്കുകയാണെങ്കിൽ അവർ ബില്യനുകളാണ് അവർക്ക് കിട്ടുന്നത്. അവർക്കാണ് ഏറ്റവും മേജർ ഷെയർ കിട്ടുക, വലിയ നേട്ടങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇവിടെ അമേരിക്കയിൽ ധാരാളമുണ്ട്. പക്ഷേ അത് വലിയ റിസ്ക്കിയാണ്. കാരണം അത് വിജയിച്ചില്ലെങ്കിൽ അവരുടെ കാശ് പോവും, വിജയിച്ചാൽ ഇങ്ങനെയുള്ള നേട്ടങ്ങളും ഉണ്ടാകും. അപ്പം വെഞ്ചുവർ ക്യാപിറ്റൽ എന്നതാണല്ലോ അവരുടെ പേര് തന്നെ, വെഞ്ചുവർ. ആ വെഞ്ചുവർ എന്തായാലും ഈ വിജയം വാസം പറഞ്ഞാൽ അവർക്ക്, ആ കമ്പനിക്കും ഈ പൈസ കൊടുത്തവർക്കും ഈ സ്റ്റാർട്ടപ്പ് നടത്തിയ പിള്ളേർക്കും എല്ലാം വലിയ സന്തോഷം. നമുക്കും വലിയ സന്തോഷം. നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ കൂടി ഇങ്ങനെ അവർ വിജയിക്കുന്നത് കാണുമ്പം വലിയ സന്തോഷം. നമ്മുടെ ഇന്ത്യക്കാർ തന്നെ വിജയിക്കുന്നത് കാണുന്നത് സന്തോഷം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതൊന്നും സാധിക്കാത്തതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഈ എക്കോസിസ്റ്റം ഉണ്ടാവുന്നുള്ളൂ, ഇതുപോലെ പണം ഉണ്ടാവാനും അല്ലെ ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ചെയ്തുകൂടാ? കമ്പ്യൂട്ടറും സൗകര്യങ്ങളും ഇൻ്റർനെറ്റും എല്ലാം ഇന്ത്യയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഇന്ത്യയിലിരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമേരിക്കയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആൾ മാറിപ്പോകുന്നു. അതാണൊരു വ്യത്യാസമായിട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം.